കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഓമപ്പടിയാണ് ഇന്നത്തെ റെസിപ്പി. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിന് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ ആണ്. ഓമപ്പടി ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം 1 ടീസ്പൂൺ ഓമം അല്ലെങ്കിൽ അയമോദകം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 1 മണിക്കൂർ മുന്നെയാണ് കുതിർത്ത് വെക്കേണ്ടത്. മറന്നുപോയെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നേ ചൂടുവെള്ളത്തിൽ കുതിർത്താലും വേഗം കുതിർന്ന് കിട്ടും. ഇത് നല്ലൊരു ഫ്ലേവർ ഓമപ്പൊടിക്ക് തരും. ഇതില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ ആ ഒരു ഫ്ലേവർ കാണില്ല എന്ന് മാത്രം. ഇതൊരു ജീരകത്തിൻ്റെ ചെറിയ സൈസാണ്, നമുക്ക് കടയിലൊക്കെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. കുതിർന്ന ശേഷം മിക്സി ജാറിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അതിന് ശേഷം തുണിയിലോ അരിപ്പയിലോ അരിച്ചെടുത്ത വെള്ളമാണിത്. ഇനി മാവ് കുഴയ്ക്കുന്നതിനായിട്ട് 1 കപ്പ് കടലപ്പൊടി അല്ലെങ്കിൽ കടലമാവ്, 1/2 കപ്പ് അരിപ്പൊടി ഇടിയപ്പപ്പൊടിയൊന്നുമല്ല, അരിപ്പൊടിയിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. ആ അരിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് നല്ല മണവും നല്ല മയവും കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിക്കാം. ഇതിൽ കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നല്ല മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് ഉപ്പും ഇടുക. ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. മുളക് പൊടി എരിവ് വേണം എന്നുള്ളവർക്ക് മുളക് പൊടി ചേർക്കാം. ഇതിൽ നമ്മൾ നേരത്തെ അയമോദകം പൊടി അരച്ച വെള്ളം അത് ചേർക്കുക. ഞാനിപ്പോൾ ഇത് 1/4 ടീസ്പൂണാണ്. 2 പ്രാവശ്യം 1/2 ടീസ്പൂൺ ഇപ്പോൾ മൊത്തം ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ അയമോദകം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആദ്യം എല്ലാ പൊടികളും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചായിട്ട് ഒഴിച്ച് നോക്കാം. മുക്കാൽ കപ്പ് വെള്ളവും 1 ടീസ്പൂൺ അയമോദകത്തിൻ്റെ വെള്ളവും ഒഴിച്ച് നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. അതായത് ചപ്പാത്തി മാവിനെക്കാട്ടിലും ഒന്നും കൂടെ ഒരു ലൂസായിട്ടുള്ള മാവാണ്. ഇനി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് കടലപ്പൊടി ആയതുകൊണ്ട് കയ്യിൽ ഇനി 1 ടീസ്പൂൺ നെയ്യോ എണ്ണയോ തടവാം. അതിന് ശേഷം ഒന്ന് കുഴച്ച് കാണിച്ചു തരാം. ഈ ഒരു കൺസിസ്റ്റൻസി മതി മാവിന്. നിങ്ങളെ ആവശ്യാനുസരണം കുറച്ച് ഒഴിച്ച് വേണം വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി ചില്ലിതാണ്, ചെറിയ ഹോളുള്ള ചില്ല്, ഇടിയപ്പനാഴി. ഇനി ഇതിലും മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നെയ്യോ എണ്ണയോ തടവണം. കുറച്ച് എടുത്തിട്ട് 2 സൈഡിലും ഇതുപോലെ തടവി കൊടുക്കാം. ഒരു വലിയ ഉരുള മാവിട്ട് ആദ്യം ഒന്ന് പിഴിഞ്ഞ് നോക്കാം. പിഴിയുമ്പോൾ ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ അത് വെള്ളം കുറവുള്ളതുകൊണ്ടാണ്. ഇല്ല, വെള്ളം കൂടുകയാണെങ്കിൽ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വരില്ല. അപ്പോൾ കുറച്ച് മാവിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ആവശ്യമായ വറുത്ത് കോരി എടുക്കാനുള്ള ആവശ്യമായ എണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ചെറിയൊരു ഉരുള മാവിട്ട് നോക്കാം. മാവിൽ നല്ലോണം കുമിളകൾ മുകളിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ എണ്ണ ആവശ്യത്തിന് ചൂടായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. വാവട്ടം വലുതായിട്ടുള്ള ചീനച്ചട്ടിയാണെങ്കിൽ നമുക്ക് വലുതായിട്ട് പിഴിഞ്ഞൊഴിക്കാൻ പറ്റും. ചെറുതാണെങ്കിൽ നമുക്ക് എണ്ണ കുറവ് മതി, പക്ഷേ ഒരുപാട് ബാച്ചായിട്ട് മാവ് ഒഴിച്ചെടുക്കേണ്ടി വരും. നമുക്ക് മാവ് പിഴിഞ്ഞൊഴിക്കാം. ആ സമയത്ത് ചെറിയ തീയിൽ വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ആവി കയ്യിലടിക്കും, നമുക്ക് പിഴിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതുപോലെ പിഴിഞ്ഞൊഴിക്കാനായിട്ട്. പിഴിയുമ്പോഴും ഒരേ സൈഡിൽ വെച്ച് പിഴിയരുത്, ഇങ്ങനെ റൗണ്ടായിട്ട് വേണം പിഴിഞ്ഞെടുക്കാൻ. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും അതിൽ ബബിൾസൊക്കെ കുമിളകളൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും. കുറയുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിടാം. ഇത് തിരിച്ചിട്ട്
വെന്ത് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും കരിയേപ്പില ഇതിലിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വറുത്ത് കോരിയെടുക്കാം, ഇല്ലെങ്കിൽ അവസാനം ഒരുമിച്ച് കരിയേപ്പില വറുത്ത് കോരിയെടുക്കാം. പാകമായി കഴിയുമ്പോൾ ഒരു ചിപ്പിലോട്ടോ ടിഷ്യൂവിലോ പേപ്പറിലോ ഇട്ട് വയ്ക്കാം. അതുപോലെ തന്നെ അടുത്ത ബാച്ചും ചെയ്യാം. ചെറിയ തീയിൽ വയ്ക്കുക, പിഴിഞ്ഞൊഴിക്കുക. ഈ ഒരു കുറേ കുമിളകൾ വരുന്നുണ്ട്. ഇതൊന്ന് താഴുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. പിഴിഞ്ഞൊഴിച്ച ശേഷം മീഡിയം തീയിൽ വയ്ക്കാൻ മറക്കരുത്. ഇതിൻ്റെ മാവ് കുഴച്ച് വെക്കുമ്പോഴത്തേക്ക് നേരത്തെ കുഴച്ച് വെക്കരുത്. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ കുഴച്ച് വെക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഓമപ്പൊടി ഉണ്ടാക്കി വരുമ്പോൾ അത് ഒരുപാട് എണ്ണ വലിച്ചെടുക്കും. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം മാവ് കുഴച്ച് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കരിയേപ്പിലയും കൂടെ ഒന്ന് വറുത്ത് കോരിയെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓമപ്പൊടിയുടെ കൂടെ തന്നെ വറുത്ത് കോരിയെടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി എണ്ണയ്ക്ക് നല്ല ചൂടുണ്ട്, അപ്പോൾ ആ ചൂട് മതി ഈ കരിയേപ്പില വറുത്ത് കോരിയെടുക്കാൻ. അപ്പോൾ ആ കരിയേപ്പില നല്ല ക്രിസ്പ് ആകുമ്പോഴത്തേക്ക് അത് ഓമപ്പൊടി കൂടെ തന്നെ ഇടാം. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതൊക്കെ നമുക്കിതുപോലെ നല്ലോണം പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു ഈർപ്പമില്ലാത്ത സ്റ്റീൽ പാത്രത്തിലോ എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ഇട്ട് സൂക്ഷിക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്